നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് ഡാവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് നമ്മുടെ ഡി ബ്രോഗ്ലി ആർഗ്യൂ ചെയ്തു. അപ്പോൾ അതിനെ തുടർച്ചയായിട്ട് ഡാവിസണും ജർമറും എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുമാർ ഈ ഇലക്ട്രോണിന് വേവ് തിയറി ഉണ്ട് എന്നുള്ള വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള എക്സ്പെരിമെന്റ് ആയിട്ട് മുന്നോട്ട് പോയി. അതാണ് ഡാവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്ട്ലി ഹീറ്റഡ് ഫിലമെന്റ് ആണ്. ഇൻഡയറക്ട്ലി ഹീറ്റഡ് ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബൾബിന്റെ ഒക്കെ അവിടെ കാണുന്ന ഫിലമെന്റ് നമുക്കറിയാം. പഴയ ബൾബിന്റെ, ഇപ്പോഴത്തെ LED ബൾബല്ല, പഴയ ബൾബ്, LED അല്ലെങ്കിൽ CFL ബൾബ് അല്ല, പഴയ നമ്മൾ 10 രൂപ 12 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ബൾബ്. അപ്പൊ അതിൽ നമുക്ക് ഫിലമെന്റ്, ടെങ്സ്റ്റന്റെ ഫിലമെന്റ് നമുക്കറിയാം. അതുപോലത്തെ ഒരു ഫിലമെന്റ് ആണ് F എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പില് ചെറിയൊരു മെറ്റൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഫിലമെന്റിന് നമ്മളൊരു ലോ ടെൻഷൻ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ഈ ഫിലമെന്റിനെ ഹീറ്റ് ചെയ്യും. ഫിലമെന്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹീറ്റ് മെറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മെറ്റലാണ് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻഡയറക്ട്ലി ഹീറ്റഡ് ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോൺ ഗൺ, ആ വാക്കിന് ഉപയോഗിക്കാം. സോ ദ ഇലക്ട്രോൺ ഗൺ എമിറ്റ്സ് ഇലക്ട്രോൺ ബീം. അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഒരു ഫിലമെന്റ് എഫ് എന്ന് പറഞ്ഞ ഫിലമെന്റിന് നമ്മൾ എഫ് എന്ന് പറഞ്ഞ ആ ഫിലമെന്റിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മളൊരു മെറ്റൽ വെച്ചിട്ടുണ്ടാവും. അതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ ആ മെറ്റല് നമ്മൾ ലോ ടെൻഷൻ ബാറ്ററി ഉപയോഗിച്ചിട്ട്, ലോ ടെൻഷൻ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഫിലമെന്റിനെ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് നേരെ ഈ മെറ്റലിലേക്ക് വരും. ആ മെറ്റലാണ് ഇലക്ട്രോൺ ബീമിനെ എമിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ഇലക്ട്രോൺ ഗൺ. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ഗൺ ആണ് ഞാൻ ഈ പറഞ്ഞത്. സോ ദ ഇലക്ട്രോൺ ഗൺ എമിറ്റ്സ് ദി ഇലക്ട്രോൺ ബീം. ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ 2 ഡയഫ്രംസ്. ആ ഡയഫ്രത്തിന്റെ പ്രത്യേകത പെൻസിൽ ഡയഫ്രം ആണ്. അപ്പൊ പെൻസിലിന്റെ അറ്റം നിങ്ങൾക്ക് അറിയാം. പെൻസിലിന്റെ ഒരു രണ്ടറ്റം നിങ്ങൾക്ക് അറിയാം, നല്ല കോർത്തിട്ടുള്ള രണ്ടറ്റാണ്. അപ്പൊ ഈ രണ്ട് അറ്റം ഇങ്ങനെ മുട്ടിയിരിക്കണേ. പെൻസിലിന്റെ രണ്ടറ്റം ഇങ്ങനെ പെൻസിൽ കോർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അത് അടുത്തടുത്താണ് ഇരിക്കുന്നത്. ആ പെൻസിൽ ഡയഫ്രത്തിന്റെ രണ്ട് D1 D2 എന്ന് പറഞ്ഞത് രണ്ട് പെൻസിൽ ഡയഫ്രം ആണ്. പെൻസിൽ ഡയഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പെൻസില് നമ്മൾ ഷാർപ്പന് ഉപയോഗിച്ച് പെൻസിൽ കോർപ്പിച്ചു കഴിഞ്ഞാൽ ആ പെൻസിലിന്റെ അറ്റം വളരെ ഷാർപ്പായിരിക്കും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഈ ഷാർപ്പ് ഇങ്ങനെ ആക്കുന്നത്? അപ്പൊ ഇലക്ട്രോൺ ബീമിനെ നന്നായിട്ട് കോളിമേറ്റ് ചെയ്യണം. ഇലക്ട്രോൺ ബീം വരുന്നതിന് നന്നായിട്ട് കോളിമേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പെൻസിൽ ഡയഫ്രം ആക്കിയിട്ടുള്ളത്. D1 D2 രണ്ട് പെൻസിൽ ഡയഫ്രത്തിലൂടെ ഇലക്ട്രോൺ ബീം കടന്നു പോകും. അപ്പൊ നന്നായിട്ട് അത് കോളിമേറ്റ് ആവും. ദെൻ അതിനുശേഷം അത് കടന്നു പോകുന്നത് CA എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറിലൂടെ കടന്നു പോകും. അപ്പൊ സിലിണ്ടറിലൂടെ ഇലക്ട്രോൺ ബീം കടന്നു പോകുമ്പോൾ ഈ സിലിണ്ടറിനും പെൻസിൽ ഹോളാണുള്ളത്. പെൻസിൽ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെൻസിൽ കൊണ്ട് ഒരു ഓട്ട ഇട്ട് കഴിഞ്ഞാൽ, ഒരു പെൻസിൽ കൂർപ്പിച്ച് അതുകൊണ്ട് ഒരു കുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കുത്ത് എത്ര ചെറുതാണോ അത്രയും ഉള്ളൂ ആ സിലിണ്ടറിന്റെ ഹോളും. അപ്പൊ ആ ഹോളിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോൺ ബീം ഒന്നുകൂടി കോളിമേറ്റ് ആവും. കോളിമേറ്റ് ആയി. അപ്പോ ഈ കോളിമേറ്റ് ചെയ്തു വരുന്ന ഇലക്ട്രോൺ ബീമാണ്. അതിന് മാത്രമല്ല, നമ്മളൊരു ഹൈ ടെൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ആക്സിലറേഷൻ PD കൂടി കൊടുക്കും. നമ്മൾ ആ ഇലക്ട്രോൺ ബീമിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്തു വരുന്ന ഇലക്ട്രോൺ ബീമാണ് നേരെ വന്നിട്ട് നിക്കൽ ക്രിസ്റ്റലിൽ പതിക്കുന്നത്. അപ്പൊ നിക്കൽ ക്രിസ്റ്റലിന്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം. നിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. FCC ആണ്, അതായത് ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത ഈ നിക്കൽ ക്രിസ്റ്റല് എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രോൺ ബീമിനെ സ്കാറ്റർ ചെയ്യും. അപ്പൊ ഇത്രയും ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഇലക്ട്രോൺ ഗൺ എമിറ്റ്സ് ഇലക്ട്രോൺ ബീം. ദ ഇലക്ട്രോൺ ബീം ഈസ് അലൗഡ് ടു പാസ് ത്രൂ 2 pencil diaphragms D1 and D2 and then to a cylinder having pencil hole. When the electron beam pass through the cylinder, an accelerating PD is given to the cylinder
which accelerate the electron beam, and the collimated electron beam is allowed to incident on the nickel crystal placed at a suitable distance. The specialty of nickel crystal is FCC, face centered cubic structure. So there is a handle H. ഒരു ഹാൻഡിൽ ഒരു പിടി അവിടെ വെച്ചിട്ടുണ്ട്. ആ പിടി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിസ്റ്റലിനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ തിരിക്കാം. നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിൽ നമുക്ക് ക്രിസ്റ്റലിനെ നമുക്ക് തിരിക്കാം. അപ്പൊ നിക്കൽ ക്രിസ്റ്റല് എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രോൺ ബീമിനെ സ്കാറ്റർ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ടുണ്ട്. ഒരു പ്രൊട്രാക്ടർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രൊട്രാക്ടർ സ്കെയിലിൽ ആണ് നേരെ വന്നിട്ട് ഈ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ബീമിന്റെ ഒരു ഭാഗം ഈ പ്രൊട്രാക്ടറിൽ പതിക്കും. നമ്മൾ ആ പ്രൊട്രാക്ടറിൽ തന്നെ നമ്മളൊരു ഫാരഡേ സിലിണ്ടർ സി എന്ന് പറഞ്ഞൊരു ഫാരഡേ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. നമ്മളതിനെ കളക്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫാരഡേ സിലിണ്ടർ കളക്ടർ എന്ന് വിളിക്കും. അത് ഇലക്ട്രോൺ ബീമിനെ കളക്ട് ചെയ്യുന്ന ആള് കളക്ടർ. ഇതിന്റെ പ്രത്യേകത, ഈ കളക്ടറിന്റെ രണ്ട് വാൾസിനിടയ്ക്ക്, കളക്ടറിന് രണ്ട് വാൾസ് ഉണ്ട്. ഈ രണ്ട് വാൾസിനിടയ്ക്ക് നമ്മളൊരു ചെറിയ ആക്സിലറേറ്റിംഗ് പീഡി കൂടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം ഈ നിക്കൽ ക്രിസ്റ്റല് എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രോൺ ബീമിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൈമറി ഇലക്ട്രോൺ ബീം, അതായത് ഈ നിക്കൽ ക്രിസ്റ്റലിൽ ഇൻസിഡന്റ് ചെയ്യുന്ന അതേ ഇന്റൻസിറ്റി ഉള്ള റിഫ്ലക്റ്റഡ് ബീമിന് നമുക്ക് വേണം. അതാണ് പ്രൈമറി ബീം. സെക്കൻഡറി കിട്ടിയ നമുക്ക് കാര്യമില്ല. അപ്പൊ ഏത് ഇന്റൻസിറ്റിയിലാണോ നിക്കൽ ക്രിസ്റ്റലിൽ ഈ ഇൻസിഡന്റ് ബീം പതിക്കുന്നത്, അതാണ് അതേ ഇന്റൻസിറ്റി ഉള്ള ഇലക്ട്രോൺ ബീമിനെ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ ചെറിയ ആക്സലറേറ്റിംഗ് പീഡി ഈ ഫാരഡേ സിലിണ്ടറിന്റെ രണ്ട് വാൾസിനിടയ്ക്ക് ചെറിയൊരു ആക്സലറേറ്റിംഗ് പീഡി കൊടുക്കുന്നുണ്ട്. സോ ഈ കളക്ടർ അല്ലെങ്കിൽ ഫാരഡേ സിലിണ്ടർ നമ്മുടെ പ്രൈമറി ബീമിന്റെ ഇന്റൻസിറ്റി ഉള്ള അതേ ബീമിനെ അത് റിസീവ് ചെയ്യും. ഓക്കെ, ദെൻ ദർ ഈസ് എ ഗാൽവനോമീറ്റർ. അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വോൾട്ടേജ് നമുക്ക് നോട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. ഈ ഫാരഡേ സിലിണ്ടർ കളക്ടർ 20 വെക്കും, നമ്മൾ ഇന്റൻസിറ്റി നോട്ട് ചെയ്യും. 25 വെക്കും, ഇന്റൻസിറ്റി നോട്ട് ചെയ്യും. 30 വെക്കും, ഇന്റൻസിറ്റി ബി നോട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 20 to 90 വരെ നമ്മൾ ഈ പ്രൊട്രാക്ടർ സ്കെയിലിൽ നമ്മൾ ഫാരഡേ സിലിണ്ടർ മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ബീമിനെ പഠിക്കും. നൗ വി പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ദിസ് ആംഗിൾ ആൻഡ് പൊട്ടൻഷ്യൽ. ഇപ്പൊ നമുക്ക് കാണുന്നത് ആദ്യം ചെറിയ ഈ സ്പർ, അതായത് ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരും. ഇത് കൂടി ഒരു 50 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ, 54 വോൾട്ട് 50 ഡിഗ്രി 54 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ സ്പർ എന്ന് പറയുന്ന സാധനം നന്നായിട്ട് ഇങ്ങനെ വരും. ഈ സ്പർ, ഇതാണ് സ്പർ എന്ന് പറഞ്ഞാൽ, സ്പൈക്ക് അല്ലെങ്കിൽ സ്പർ. ഇത് നന്നായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 50 ഡിഗ്രി 54 വോൾട്ടിലാണ് നന്നായിട്ട് സ്പർ കാണുന്നത്. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരും. പിന്നെ അത് ഈ സ്പർ ഇങ്ങനെ വീണ്ടും കുറഞ്ഞു വരും. ഇങ്ങനെ കുറഞ്ഞ് പിന്നെ ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഒന്നുകൂടി പറയാം. ഡൈവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് എ ഇലക്ട്രോൺ ഗൺ, 2 diaphragms D1, D2 and a cylinder. The electron gun emits electron beam which is allowed to pass through 2 diaphragms D1 and D2, 2 pencil diaphragms D1 and D2, and the collimated beam is allowed to incident on the cylinder having positive potential. The beam is accelerated by the cylinder and it is allowed to incident on the nickel crystal with a handle H. Nickel crystal scatter the electron beam in all direction. The scattered beam is allowed to receive on a receiver placed on a protractor scale. The receiver
moved between 20 to 90 degree and the potential is not touched. And we draw a graph between angle versus potential. ഇനി നമുക്ക് ആ നോട്ടൊന്ന് എഴുതാം. ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചാൽ എഴുതാം. The scientist Davison and Germer proved the wave nature of electrons by their experimental study. It consists of an electron gun, two pencil diaphragms D1, D2 with a pencil hole and a cylinder with a pencil hole and a nickel crystal with a handle H and a protractor scale arranged at a suitable distance and a Faraday cylinder bracket collector. A Faraday cylinder bracket collector is placed inside the protractor scale and then a galvanometer. The electron, next paragraph, the electron beam is emitted by indirectly heated filament F by a low tension supply. Bracket electron gun. Close the bracket. The emitted electron beam is allowed to pass through the two pencil diaphragms D1 and D2 and the collimated beam is allowed to incident on the cylinder A with a pencil hole. The cylinder A is connected to high tension supply. The collimated electron beam is accelerated by passing through the cylinder and the beam is allowed to incidence on the nickel crystal. Having FCC structure, bracket face centered cubic structure. Close the bracket with a handle H. Using the handle H, crystal can be rotated in any direction. The nickel crystal scatters the electron beam in all directions. Nickel crystal scatters the electron beam in all directions.
the scattered electron beam is received by the collector bracket Faraday cylinder placed on a protractor scale. And a galvanometer is connected as shown in the figure. A small accelerating PD is given between the two walls of the Faraday cylinder. This is to receive the primary beam bracket electron beam having same intensity as that of incident beam, close the bracket. The next line at the protractor scale, the Faraday cylinder, the collector is moved between 20 to 90 degree. The collector is moved between 20 to 90 degree, and the PD is measured, and a graph is plotted between angle versus potential. It was noted that at an angle 50 degree, 54 volts, S bar spike was noticed on the graph. Okay, that's all.